ഇല്ലേ? ഇഷ്ടദാനം കൊടുക്കില്ലേ? ഇഷ്ടദാനം കൊടുക്കുമ്പോൾ എന്തെങ്കിലും പകരം വാങ്ങിക്കില്ലല്ലോ. അപ്പൊ എന്താണ്, ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് ഒരു ഗിഫ്റ്റില് രജിസ്റ്റേർഡ് ഡീഡ് വഴി ഉടമ്പടി ആയിക്കഴിഞ്ഞാൽ എന്തില്ല എന്ന് പറഞ്ഞത് ഇല്ലാതാവില്ല. കൺസിഡറേഷൻ ഇല്ല എങ്കിലും ഗിഫ്റ്റിന്റെ ഡെഫിനിഷൻ തന്നെ അതല്ലേ, അല്ലേ? നമ്മൾ പഠിച്ചില്ലേ? ഇഷ്ടദാനം രജിസ്റ്റേർഡ് ഡീഡ് ആണെങ്കിൽ അത് എൻഫോഴ്സിബിൾ ആണെന്ന് പറഞ്ഞു തന്നു. ഇനി അടുത്തത്, നേരത്തെ ഡൗട്ട് ഷുഹൈബ് വെച്ച ഡൗട്ട് കൊണ്ട് പറഞ്ഞുതരാം. നോക്കിയോ, നമ്മൾ കൺസിഡറേഷൻ ആരാണ് തീരുമാനിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആരാണ് തീരുമാനിക്കേണ്ടത്? പ്രോമിസർ ആണോ പ്രോമിസി ആണോ? ആരാണ്? പ്രോമിസർ ആണോ? പ്രോമിസർ. അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾ നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ നിങ്ങൾ ഡെഫിനിഷൻ ക്ലോസ് ഒന്ന് എടുത്ത് പഠിക്കണേ. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കൺസിഡറേഷന്റെ ഡെഫിനിഷൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വെൻ അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് സ്ഥിരം എസ് എ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടോപ്പിക്. എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ കോൺട്രാക്റ്റില് അല്ലെ, കോൺട്രാക്റ്റിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് കൺസിഡറേഷൻ ആണെന്ന് പറയുമ്പോൾ ആ കൺസിഡറേഷൻ ആരാണ് തീരുമാനിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് എന്താണ്? അത് എവിടെ നിന്ന് മനസ്സിലായെന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടെ നിന്നാണ് അത് മനസ്സിലാക്കുന്നത്? എവിടുന്നാണ് നിങ്ങൾക്ക് അത് മനസ്സിലായത്? ഡെഫിനിഷനിൽ ഇങ്ങനെയാണ് പറഞ്ഞു പോണത്. എങ്ങനെയാണ്? വെൻ അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. അപ്പൊ തീരുമാനിക്കേണ്ടത് പ്രോമിസർ ആണല്ലോ. ഓക്കെ, ഇനി കൊടുക്കേണ്ടത് ആരാണ്? കൊടുക്കേണ്ടത്? പെട്ടെന്ന് പറഞ്ഞോ, ആരാണ്? അതെ, ഇവിടെയാണ് നേരത്തെ ഷുഹൈബ് ചോദിച്ച ഡൗട്ട് വരുന്നത്. ശ്രദ്ധിച്ചോ, പ്രോമിസി എന്നാണ് ഉത്തരമെങ്കിൽ അത് ഇംഗ്ലണ്ടിലെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, അതായത് ഇന്ത്യയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും തീരുമാനിക്കുന്നത് പ്രോമിസർ തന്നെയാണെന്നുള്ള തർക്കമില്ല. പക്ഷേ ഇംഗ്ലണ്ടില് പ്രോമിസി തന്നെയായിരിക്കണം കൺസിഡറേഷൻ കൊടുക്കേണ്ടത്. ആ ഡോക്ടറിന്റെ പേരാണ് ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ. എന്താണ്? ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഡെഫിനിഷനകത്ത് പറയുന്ന വാക്ക് നേരത്തെ സാറ് പറഞ്ഞില്ലേ, പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ ഇന്ത്യയിൽ ഇല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? പോയിന്റ് ക്ലിയർ അല്ലേ? ഒന്നുകൂടെ ഞാൻ പറയാം. ഇന്ത്യൻ ഡെഫിനിഷനിൽ തീരുമാനിക്കേണ്ടത് പ്രോമിസർ തന്നെയാണ്. പക്ഷെ ആരുടെ ഭാഗത്തു നിന്നാണ് മൂവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിൽ പ്രോമിസ്. അപ്പൊ എയും ബിയും തമ്മിൽ കരാറുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിൽ ബി തന്നെയാണ് കൊടുക്കേണ്ടത് എയ്ക്ക്. പക്ഷെ ഇവിടെയോ എയും ബിയും തമ്മിൽ കരാർ വെക്കുമ്പോൾ ബിക്ക് പകരം കൺസിഡറേഷൻ ആര് കൊടുത്താൽ മതി? എയ്ക്ക്. ആർക്ക് കൊടുക്കാം? സിക്കോ ഡിക്കോ ഇക്ക് കൊടുക്കാം. ഇതിന്റെ പേരാണ് ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ. ഇംഗ്ലണ്ടിലുണ്ട്, ഇന്ത്യയിലില്ല. ഇനി അടുത്തത്, ഈ കൺസിഡറേഷൻ എങ്ങനെ കൊടുക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ലോ 3 വിധത്തിൽ പറയുന്നുണ്ട്. പാസ്റ്റ് ആവാം, പണ്ട് ചെയ്തത് വെച്ചോളാൻ പറയാം, അല്ലെങ്കിൽ ഇതാ ഇപ്പൊ കൊടുക്കാം, അല്ലെങ്കിൽ ഭാവിയിൽ കൊടുക്കാം. അപ്പൊ 3 ഫോമിലുള്ള കൺസിഡറേഷൻ ഇന്ത്യയിൽ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. എന്തൊക്കെ ടെൻസ്? പാസ്റ്റ് കൺസിഡറേഷൻ ആവാം, ഇതാവാം, അങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, ഇംഗ്ലണ്ടില് സബ്ജക്ട് സർട്ടൺ എക്സെപ്ഷൻസ് പാസ്റ്റ് കൺസിഡറേഷൻ ഈസ് നോട്ട് കൺസിഡറേഷൻ എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ വ്യത്യാസം മനസ്സിലായത്. ഒരിക്കൽ ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, കൺസിഡറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ ലോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇംഗ്ലീഷ് ലോ. അപ്പൊ വ്യത്യാസങ്ങൾ ചെറുതായിട്ട് ഐഡിയ പറഞ്ഞില്ലേ? അത് തീർന്നു. ഇനി ഇതേപോലെ വേറൊരു ഡോക്ട്രിൻ ഉണ്ട്. അതിന്റെ പേര് ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ, പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്നാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ ഡോക്ടറിന്റെ പേരെന്താണ്? പ്രിവിറ്റി ഓഫ് പറഞ്ഞതിന്റെ പേരെന്താണ്? യെസ്. അതല്ലാതെ തന്നെ വേറൊരു ഡോക്ട്രിൻ നമ്മുടെ ലോയിൽ പറയുന്നുണ്ട്, ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്നാണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. അതെന്താന്ന് പറഞ്ഞാൽ, ഒരു കരാറ് എൻഫോഴ്സ് ചെയ്യാൻ ആരെ പോവാവൂ? അതെ അതെ, കറക്റ്റ് ആണ്. എയോ ബിയോ ആണ് കരാറ് വെച്ചാൽ ഒരു സ്ട്രേഞ്ചർ ഇത് കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. എ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് കനോട്ട് സീ അപ്പോൺ ഇറ്റ് എന്നാണ് തത്വം. കുറെ കേസ് ഉണ്ട്. ട്യൂഡിൽ വേഴ്സസ് ആറ്റ്കിൻസൺ ഉണ്ട്. പിന്നെ ഒരു ഡൺലപ്പ് ടയർ കമ്പനി അല്ലേ വേഴ്സസ് സെൽഫ്രിഡ്ജ്, 2 കേസ് ഉണ്ട്. സിലബസിൽ നിങ്ങൾ ബുക്കിൽ കാണിക്കും. അതെ, അത് 2 ഉണ്ട്. ട്യൂഡിൽ ഓട്ടെ. പക്ഷെ ഇതിന് എക്സെപ്ഷൻ ഉണ്ട്. നമ്മൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലേ, വണ്ടിയുടെ ഇൻഷുറൻസ് ഇല്ലേ,
വണ്ടിയുടെ ഇൻഷുറൻസ് ആര് തമ്മിലാണ് കരാറ്? വണ്ടിയുടെ ഓണറും യെസ്. പക്ഷെ ആരെങ്കിലും ഒക്കെ ഇടിച്ചിടുമ്പോ ആ ഇടി കിട്ടിയ വിക്ടിം അല്ലേ ഇതുകൊണ്ട് ഇതിന്റെ മുകളിലല്ലേ കോമ്പൻസേഷൻ വാങ്ങിച്ചെടുക്കുന്നത് അല്ലേ? അപ്പൊ ഒരു എക്സെപ്ഷൻ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്. അടുത്ത വേറൊന്ന് ശ്രദ്ധിച്ചോ. 2 ആമക്കളുണ്ട്. അപ്പൊ ഒരു അമ്മയ്ക്ക് മാസത്തിന് ചെലവിന് കൊടുക്കാൻ വേണ്ടി 2 ആമക്കൾ തമ്മിൽ ഒരു കരാർ വെച്ചിട്ട് പറഞ്ഞു 10,000 രൂപ വെച്ചിട്ട് എയും ബിയും ഇടാന്ന് പറഞ്ഞു. അവരൊരു ഇന്റേണൽ അറേഞ്ച്മെന്റ് ചെയ്തു, അമ്മയെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം. അപ്പൊ അതിൽ അമ്മ ഒപ്പിട്ടിട്ടില്ല. പക്ഷെ അത് കൊടുക്കാതിരുന്നാൽ അമ്മയ്ക്ക് എന്ത് ചെയ്യാം? ഫാമിലി സെറ്റ് അറേഞ്ച്മെന്റ്സ് എന്നാണ് എന്നെ പറയുന്നത്. ഫാമിലി അറേഞ്ച്മെന്റ്സിൽ തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം? കരാറിലെ സ്ട്രേഞ്ചർ എന്നാണ് പറഞ്ഞത്. അമ്മ ഈസ് നോട്ട് എ സ്ട്രേഞ്ചർ. കരാർ വെച്ച് നോക്കിയാൽ അമ്മ സ്ട്രേഞ്ചർ ആണ്. അപ്പോൾ ഫാമിലി സെറ്റിൽമെന്റ്സിൽ തേർഡ് പാർട്ടിക്ക് പോകാം. ഇനി വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ട്രസ്റ്റ് എന്നുള്ള വാക്കുകളില്ലേ, ട്രസ്റ്റ്. ഉദാഹരണത്തിന് ഞാനിപ്പോ ഒരു 1 crore നിങ്ങളുടെ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഏൽപ്പിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം, ഇതിന്റെ പലിശ എടുത്തിട്ട് നിങ്ങൾ ഒരു വർഷം ഒരു 10 അനാഥ കുട്ടികളുടെ കല്യാണം നടത്തണമെന്ന് ഏൽപ്പിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുക, ഞാൻ ഫൗണ്ടറാണ്, നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുകയല്ലേ. നിങ്ങളുടെ പേര് ട്രസ്റ്റി എന്നാണ്. ആരാ നിങ്ങൾ? ആരാ? ട്രസ്റ്റി. ഈ പാവപ്പെട്ട കല്യാണം നടത്തിവിടേണ്ട കുട്ടികൾ ബെനിഫിഷ്യറീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കരാറിൽ ഇവിടെ കരാറിൽ ആരേ ഉള്ളൂ? പിക്ചറിൽ ഞാനും നിങ്ങളും അല്ലേ? ഫൗണ്ടറും ട്രസ്റ്റിയും. പക്ഷേ നിങ്ങളത് ഞാൻ ഇല്ലാതായ സമയത്ത് അല്ലെങ്കിൽ ഞാൻ എന്റെ അഭാവത്തിൽ നിങ്ങൾ ആ പൈസ എടുത്ത് ദൂർത്തടിച്ച് മിസ്യൂസ് ചെയ്താൽ ഈ കരാറും കൊണ്ട് ആർക്ക് പോവാം? അപ്പൊ ട്രസ്റ്റിൽ ബെനിഫിഷ്യറീസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. ഇത് കുറെ സെറ്റിൽഡ് ആണ്. നെക്സ്റ്റ് ഇനി അടുത്ത പോയിന്റാ. അടുത്ത കൺസിഡറേഷൻ വരുന്ന വേറൊരു പോയിന്റ്, കൺസിഡറേഷൻ എപ്പോഴും ലോഫുൾ ആയിരിക്കണം എന്ന് ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ ഞാൻ നിങ്ങൾ വീട് തരാന്ന് പറയുമ്പോൾ നിങ്ങൾ പറയാം എന്റെ ശത്രുവിനെ കൊന്നു തരാണ്, സത്യമെങ്കിലും എഴുതണം. കൺസിഡറേഷൻ ഷുഡ് ബി ലോഫുൾ. കൺസിഡറേഷൻ എന്തായിരിക്കണം? ലോഫുൾ ആയിരിക്കണം. അടുത്തത്, കൺസിഡറേഷൻ ഷാൽ ബി റിയൽ, നോട്ട് ഇമാജിനറി. ഇപ്പൊ നിങ്ങൾ പറയാ എന്താണ്, വീട് തരാഞ്ഞപ്പോ നിങ്ങൾ പറയുന്ന ഒരു പറക്കൻ കുതിരയെ തരാം സാർ എന്ന് പറയാം. ചിറകുള്ള കുതിര പറ്റുമോ? അത് പറ്റുമോ? അപ്പൊ എപ്പോഴും റിയൽ ആയിരിക്കണം, ഇമാജിനറി ആവരുത്. പക്ഷേ ഓഡിക്കേറ്റ് ആവണ്ട, പ്രൊപ്പോർഷനേറ്റ് ആകണ്ട. അതിനൊരു തിയറി ഉണ്ട്, പെപ്പർ കോൺ തിയറി. അപ്പൊ എനിക്ക് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. പെപ്പർ ഇല്ലേ, പെപ്പർ കോൺ, PORN, പെപ്പർ കോൺ തിയറി. പെപ്പർ കോൺ തിയറി. അപ്പൊ അതിലെന്താ പറഞ്ഞത്? എക്സാമ്പിൾ ഇല്ലസ്ട്രേഷൻ പറയാം. ഇപ്പൊ ഒരു സായിപ്പിന് ഒരു ഫ്ലാറ്റ് വിൽക്കാനിട്ടിരിക്കുക. അപ്പൊ സായിപ്പ് പറയണേ എനിക്ക് ഒരു ചാക്ക് കുരുമുളക് മതി എന്ന്. എക്സാമ്പിൾ പറയാം. സായിപ്പിന് എത്ര മതി? പുള്ളിക്ക് എന്ത് മതി? ഹലോ, അർത്ഥം ഓഡിക്കേറ്റ് ആവണമെന്ന് പറയുന്നില്ല എന്നാണ്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ പോയിന്റ്. അതിന്റെ പേര് ഇംഗ്ലീഷ് ലോയിൽ പെപ്പർകോൺ തിയറി എന്നാ പറഞ്ഞത്. പെപ്പർകോൺ തിയറി ഓഫ് കൺസിഡറേഷൻ. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പ്രോമിസറുടെ തീരുമാനത്തിലാണ് ഏത് തീരുമാനിക്കപ്പെടുന്നത്? കൺസിഡറേഷൻ. യെസ്. അപ്പൊ അത് ആ കൊടുക്കുന്ന ആളുടെ തീരുമാനമാണ്. ഓക്കെ, അതിനകത്ത് ഒരുപാട് വിവാദമൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ ലാൻഡിന്റെ ഒക്കെ വാല്യൂ, അത് നിങ്ങൾ അങ്ങനെ കൺഫ്യൂസ്ഡ് ആവണ്ട. ഇപ്പൊ ലാൻഡിന്റെ ഒക്കെ കൺഫ്യൂസ്, കാരണം ഒരുപാട് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, ഒരുപാട് നിങ്ങൾ ഇത് ലോജിക്കലി ഒക്കെ ചിന്തിച്ചാൽ ചിലപ്പോൾ ഇത് കൺഫ്യൂഷൻ ആവും. ഇത് ഓൾറെഡി നമ്മൾ ലാൻഡിന് ചില എന്താണ് ആ ഏരിയയിലൊക്കെ നമ്മുടെ ഫെയർ വാല്യൂ അതൊക്കെ ഉണ്ട്. തൽക്കാലത്തേക്ക് ഇതൊക്കെ അക്കാഡമിക് പർപ്പസിന് മനസ്സിലാക്കിയാൽ മതി. ഫെയർ വാല്യൂ ഒക്കെ വെക്കുന്നിടത്ത് നിങ്ങളുടെ ഓഡിക്കേറ്റ് തന്നെ കൊടുത്തേ പറ്റൂ. മനസ്സിലായി? പോട്ടെ, ആഡ് ചെയ്ത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ അത് തീർന്നു. അപ്പോൾ കൺസിഡറേഷന്റെ യൂണിറ്റ് തീർന്നു. ഇനി ലാസ്റ്റ് കണ്ടീഷൻ ഏതാ? ലാസ്റ്റ് കണ്ടീഷൻ ഏതാ? നോട്ട് ഡിക്ലെയർ ടു ബി വോയിഡ്. അപ്പൊ അതിന് നോട്ട് ഡിക്ലെയർ ടു ബി വോയിഡിൽ കുറെ എക്സാമ്പിൾസ് നിങ്ങൾ പഠിക്കുക. അതിലെല്ലാം പക്ഷേ എക്സെപ്ഷൻ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓൾറെഡി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മൈനേഴ്സ് എഗ്രിമെന്റ് വോയിഡ് അല്ലേ, അതിന് എക്സെപ്ഷൻ പറഞ്ഞു തന്നില്ലേ അല്ലേ? അടുത്തത് വേറെ എക്സാമ്പിൾ എന്താണ്? എഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ വോയിഡ് അല്ലേ, എക്സെപ്ഷൻ പറഞ്ഞു തന്നില്ലേ, ഗിഫ്റ്റ് ഉണ്ടെന്ന്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്താണ്? വേജറിങ് എഗ്രിമെന്റ് പറഞ്ഞില്ലേ, വേജറിങ് എഗ്രിമെന്റ് അത് വോയിഡ് അല്ലേ, പന്തയം അല്ലേ? എങ്ങനല്ലേ? വേജറിങ് എഗ്രിമെന്റ് വോയിഡ് അല്ലേ? പക്ഷെ നമ്മുടെ ലോ പറയുന്നു കുതിരപ്പന്തയത്തിന്റെ ഒരു പർട്ടിക്കുലർ എമൗണ്ടിന് മുകളിൽ 500 എന്നാണ്, പഴയ ബ്രിട്ടീഷ് ചാട്ടതല്ലേ. അപ്പോൾ കുതിരപ്പന്തയത്തിന് എന്താണ് 500 രൂപയ്ക്ക് മുകളിലുള്ളത് വേജറിങ് ആണെങ്കിലും നമ്മുടെ എക്സെപ്ഷൻ പറയുന്നുണ്ട്.
പിന്നെ ഞാൻ വേറൊന്ന് പറഞ്ഞില്ലേ, കരാറ് വഴി കോടതിയുടെ എന്താണ് ലീഗൽ പ്രൊസീഡിങ്സ് ബാർ ചെയ്യാൻ പറ്റുമോ? കോടതിയിലേ പോകില്ല എന്ന് എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അതിന് എക്സെപ്ഷൻ ഉണ്ട്. കരാർ വെക്കുന്ന സമയത്ത് തന്നെ ആർബിട്രേഷൻ ക്ലോസ് എന്നാണ് നമ്മൾ അതിനെ നിങ്ങൾ വക്കീലന്മാരാകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇനിയിപ്പോ ചെയ്യാൻ പറ്റുന്ന പണി ഞാൻ പറഞ്ഞു തരാം. ആർബിട്രേഷൻ ക്ലോസ് എന്ന് പറഞ്ഞൊരു വ്യവസ്ഥ വയ്ക്കാം. അതായത് നമ്മളിപ്പോൾ 5 പേരോട് പാർട്ണർഷിപ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഉടൻ കരാറിൽ തന്നെ വകുപ്പ് വെച്ചിട്ട് പറയാം, നമ്മൾ തമ്മിൽ തമ്മിലടി വന്നാൽ നമ്മളിത് ആരുടെ മുന്നിൽ വിട്ടോളും, എവിടെ പോവുള്ളൂ, ആർബിട്രേറ്റഡും എന്ന് പറഞ്ഞു ഇട്ടാൽ അത് കരാറ് ശൂന്യം അല്ല. അതിന്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. ആർബിട്രേഷന് വിട്ടാൽ ആർബിട്രേറ്റർ നീതി തന്നില്ലെങ്കിൽ അതിനെതിരെ നമുക്ക് എവിടെ പോകാവുന്നതാണ്? കോടതിയിൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കോടതിയുടെ ജൂറിസ്ഡിക്ഷനെ ടോട്ടലി ബാർ ചെയ്യുന്നതേ എന്താവുള്ളൂ, കരാറുകളെ എന്താവുള്ളൂ, ആവുള്ളൂ. ഇനി അടുത്ത വേറൊന്ന്, ഒരു വ്യക്തിക്ക് ലോഫുൾ ആയിട്ട് ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നോ ട്രേഡിൽ നിന്നോ ഓക്യുപ്പേഷനിൽ നിന്നോ വേറൊരു വ്യക്തി കരാറ് വെച്ച് വേണ്ടാതാക്കും. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ LLB വരുമ്പോൾ ഞാൻ എഴുതി വാങ്ങിക്കാൻ വക്കീലായിട്ട് പ്രാക്ടീസ് ഇല്ലാന്ന് എഴുതി വെച്ചാൽ ശരിയാവുമോ? ചെയ്യുന്നത് ശരിയാണോ? അല്ലെങ്കിൽ ഒരു സിനിമ അഭിനയിക്കുന്ന സമയത്ത് മോഹൻലാലിന്റെ അടുത്ത് പ്രൊഡ്യൂസർ എഴുതി വാങ്ങിക്കുക, ഇത് ലാസ്റ്റ് സിനിമ ഇനി അഭിനയിക്കില്ല എന്ന് എഴുതി വാങ്ങിക്കാൻ പറ്റുമോ? വേണമെങ്കിൽ എന്തെഴുതാം, വേണമെങ്കിൽ എന്തെഴുതാം, ഈ 6 മാസ കോൾ ഷീറ്റ് സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എഗ്രിമെന്റ് ഇൻ റെസ്പെക്ട് ഓഫ് ട്രേഡ് ഓക്യുപ്പേഷനും എല്ലാം ശൂന്യമാണ്. പക്ഷെ അതേ ലോ തന്നെ പറയുന്നു പാർഷ്യലായിട്ട് തടയാവുന്നതാണ്. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണോടെ പറയാം, നമ്മൾ 5 പേരോട് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങി, തുണിക്കടയാണ് നമ്മുടെ ബിസിനസ്. എന്നിട്ട് നമ്മൾ 5 പേരും അതേ സിറ്റിയിൽ നമ്മൾ സ്വന്തമായിട്ട് തുണിക്കട തുടങ്ങിയാലുള്ള അവസ്ഥ ഏത് പൊളിയും? അതുകൊണ്ട് പാർട്ണർഷിപ്പ് ആക്ട് പറയുന്നുണ്ട്, പാർട്ണർഷിപ്പിന്റെ ബിസിനസ്സോ അതിനെ കോമ്പീറ്റ് ചെയ്യുന്ന ബിസിനസ്സോ ചെയ്യുന്നതിൽ നിന്ന് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാം, തടയാം, റെസ്ട്രെയിൻ ചെയ്യാം. അപ്പോൾ എഗ്രിമെന്റ് റെസ്ട്രെയിന്റ് ഓഫ് ട്രേഡും ഒരു പരിധിവരെ വാലിഡ് ആണ്. ഒരു കേസ് ഉണ്ട് കേട്ടോ, ഇത് സെക്ഷൻ 27 ആണ് പറയുന്നത്. ഒരു നോർഡൻ ഫെൽറ്റ് രാംസ് വാങ്ങിച്ചിരിക്കുക, സിലബസ് കേസ് കുറെ പേപ്പറിൽ കോട്ട് ചെയ്യുന്നത്, നോർഡൻ ഫെൽറ്റ് വേഴ്സസ് മാക്സിം നോർഡൻ ഫെൽറ്റ് കേസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പിന്നെ കുറെ പറഞ്ഞില്ലേ, ടു ഡിഫീറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ദി ലോ എന്നൊക്കെ പറഞ്ഞില്ലേ. ഓക്കെ. ഇനി അടുത്തത് ഏതാ, പെട്ടെന്ന് തീർക്കുക. അടുത്ത നമ്മൾ പറഞ്ഞ എസ് ഏതാണ്? അപ്പൊ ഇത്രയാവുമ്പോ ഏതായി? ഓഫറായി, അക്സെപ്റ്റൻസ് ആയി അല്ലെ? കണ്ടീഷൻ 5 ഏകദേശം ലോജിക്ക് കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, എന്തായാലും ഞാൻ ശനിയാഴ്ചയും കൂടെ രാവിലെ ഒരു സമയം കണ്ടെത്താം കേട്ടോ. നെക്സ്റ്റ്, ഇനി എല്ലാ കണ്ടീഷനും പാലിക്കുമ്പോ എന്തായി മാറി? കോൺട്രാക്ട് ആയി. അടുത്ത ഒരു എസ്സേ പറഞ്ഞാൽ ചെറിയൊരു എസ്സേയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഗ്രിമെന്റ്സ് ആൻഡ് കോൺട്രാക്ട്സ് എന്ന് ചോദിച്ചാൽ വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അത് തുടക്കം തൊട്ടേ ശൂന്യമായതെല്ലാം വോയിഡ് എഗ്രിമെന്റ് എന്ന് വിളിക്കണം. അതാണ് ഞാൻ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. മൈനറുടെ എഗ്രിമെന്റ്, അൺലോഫുൾ കൺസിഡറേഷൻ വന്നാൽ അത് വോയിഡ് ആണ്, വേജറിങ് എഗ്രിമെന്റ്സ് വോയിഡ് ആണ്, കുറെ പറഞ്ഞില്ലേ. അതാണ് വോയിഡ് എഗ്രിമെന്റ് എന്നുള്ള വാക്ക് കണ്ടാൽ നിങ്ങൾ കൃത്യമായിട്ട് തുടക്കം തൊട്ടേ ശൂന്യമായിട്ടുള്ള എല്ലാം വോയിഡ് എഗ്രിമെന്റ്. അടുത്ത ചോദ്യം, വോയിഡ് കോൺട്രാക്ട് എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊരിക്കൽ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്, വോയിഡ് എഗ്രിമെന്റ് ആൻഡ് വോയിഡ് കോൺട്രാക്ട്. വോയിഡ് എഗ്രിമെന്റ് മനസ്സിലായല്ലോ, തുടക്കം തൊട്ടേ ശൂന്യമായത് വോയിഡ് എഗ്രിമെന്റ്, അബിനിഷ്യോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വോയിഡ് കോൺട്രാക്ട് എന്താണ്? അത് കുറച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. അത് കുറച്ച് സമയത്തേക്ക് മാത്രം വാലിഡ് ആയിരിക്കുള്ളൂ. അതെ, അത് ഞാൻ എക്സാമ്പിൾ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. കരാറിൽ ഏർപ്പെട്ട സമയത്ത് വാലിഡ് ആയിരുന്നു, പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ എയുടെയോ ബിയുടെയോ കുഴപ്പം കൊണ്ടല്ലാതെ പെർഫോമൻസ് ഇമ്പോസിബിൾ ആയാൽ ലോ തന്നെ പറയും ശൂന്യമാകുമെന്ന്. അതിനെയാണ് വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. വ്യത്യാസം മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ ലോജിക്ക് എന്തുകൊണ്ടാണ് അതിനെ വോയിഡ് കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത് മനസ്സിലായല്ലോ? എഗ്രിമെന്റുമായി എല്ലാ കണ്ടീഷനും പാലിച്ചത് ഏത് നിലയിലോട്ട് എത്തി? കോൺട്രാക്ടിന്റെ സ്റ്റാറ്റസിൽ എത്തിയിട്ട് ചെയ്യാൻ പറ്റാതെ ശൂന്യമായിപ്പോയി. പക്ഷെ മറ്റേത് അങ്ങനല്ല. വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും അത് ഏത് സ്റ്റാറ്റസിൽ എത്തില്ല, കോൺട്രാക്ടിന്റെ സ്റ്റാറ്റസിൽ എത്തില്ല. അപ്പൊ നിങ്ങളത് ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ ഫ്രസ്ട്രേഷൻ പറഞ്ഞില്ലേ,
ആ ഗ്രൗണ്ട്സിൽ കോടതി തന്നെ ഫ്രീ ആക്കി വിടുന്ന എല്ലാം വോയിഡ് കോൺട്രാക്ട്സ് ആണ്. ഇനി അടുത്ത കാറ്റഗറി എന്താണ്? വാലിഡ് കോൺട്രാക്ട് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. വാലിഡ് കോൺട്രാക്ട് എന്താണ്? ഈ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലും മറ്റ് വ്യവസ്ഥകളിലും ഒക്കെ പറഞ്ഞ എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും പാലിക്കുന്ന കരാറുകളെല്ലാം വാലിഡ് ആണ്. ഇനി വോയിഡബിൾ ഞാൻ പറഞ്ഞില്ല, വോയിഡബിൾ കോൺട്രാക്ട് പറഞ്ഞില്ല. എന്താ വോയിഡബിൾ? അഗ്രീഡ് പാർട്ടി കോമ്പീറ്റന്റ് കോർട്ടിൽ പോയിട്ട് കോഴ്ഷനോ അൺഡ്യൂ ഇൻഫ്ലുവൻസോ മിസ്അപ്രസൻസോ ഫ്രോഡ് ഏതിലെങ്കിലും ഗ്രൗണ്ട് പ്രൂവ് ചെയ്ത് കോമ്പീറ്റന്റ് കോടതിയെ കൊണ്ട് റദ്ദാക്കിക്കുന്നത് വരെ വാലിഡ് ആയിട്ട് കാണുകയും റദ്ദാക്കുന്ന പോയിന്റിൽ ശൂന്യമാവുകയും ചെയ്യുന്ന കരാറുകളാണ് എന്ത് വിളിക്കുന്നേ? വോയിഡബിൾ കോൺട്രാക്ട്. ഇതുവരെ ക്ലിയർ അല്ലേ? പിന്നെ ടൈപ്സ് ഏതൊക്കെ പറഞ്ഞു തന്നു? സ്റ്റാൻഡേർഡ് ഫോം കോൺട്രാക്ട്സ് ഉണ്ട്, കോൺട്രാക്ട് ഉണ്ട് കേട്ടോ. സ്റ്റാൻഡേർഡ് ഫോം കോൺട്രാക്ട് ഞാൻ നിങ്ങൾ സിമ്പിൾ ആലോചിച്ചാൽ, നിങ്ങൾ മൊബൈലിന്റെ കണക്ഷൻ എടുക്കില്ലേ, ജിയോയുടെ ഒക്കെ കണക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ഒരു ആർക്കും വായിക്കാൻ പറ്റാത്ത ഒരു 10-20 ക്ലോസ് കഴിഞ്ഞിട്ട് ചെറിയ ഒപ്പിടുന്ന ജോലി കോളോ അല്ലേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ? ആണോ? അല്ലേ? അങ്ങനെയുള്ള കരാറുകളുടെ പേരാണ് സ്റ്റാൻഡേർഡ് ഫോം കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു പാർട്ടി എല്ലാം മുൻകൂട്ടി തീരുമാനം എടുത്ത് വെച്ചിരിക്കുക, മറു പാർട്ടിക്ക് ഒറ്റ ജോലിയേ ഉള്ളൂ, ആ ഡോട്ടില് ഒപ്പിടണം. എന്ത് ചെയ്യണം? ബാങ്ക് ലോൺ ഇത് തന്നെയല്ലേ സാറേ? അതെ അതെ അതെ. അതുകൊണ്ട് അങ്ങനെയുള്ള അതെ കറക്റ്റ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇംഗ്ലണ്ടിലും ഇംഗ്ലീഷിലും ജഡ്ജസ് കളിയാക്കുന്നത് സൈനിങ് ഓൺ ഡോട്ടഡ് ലൈൻസ് കോൺട്രാക്ട് എന്നാണ് വിളിക്കുന്നത്. കാരണം ഒരു പാർട്ടിക്ക് എന്തേ ഉള്ളൂ. അപ്പൊ ഇതിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നെഗോഷിയേഷനോ ഡിസ്കഷനോ ഒന്നും ഇതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞില്ലേ? പക്ഷെ അവരുടെ ലോജിക്ക് എന്താണ്? സൗകര്യമുള്ള ഒപ്പിട്ടാ മതി. മനസ്സിലായില്ലേ? അപ്പൊ അതിലൊരു എക്സാമ്പിൾ ഇപ്പൊ ശ്രദ്ധിച്ചോ, റിലയൻസിന്റെ കണക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഡിസ്പ്യൂട്ട് ബോംബെ കോടതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒപ്പിട്ടെടുത്താൽ നമുക്ക് എവിടെ പോണ്ടി വരും? നമുക്ക് എവിടെ പോണ്ടി വരും? ബോംബെയിൽ പോണ്ടി വരും. ബിക്കോസ് എന്താണ്? അല്ലെങ്കിൽ നമുക്ക് അയ്യോ അത് പറ്റില്ല, നമുക്ക് രണ്ടുപേർക്കും ബോംബെയിലല്ലേ, ഇടയ്ക്ക് ഇവിടെ എറണാകുളം വെക്കാൻ പറയാനുള്ള ഓപ്ഷൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു സൈഡ് എല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന കോൺട്രാക്ടിന്റെ പേരാണ് എന്താണ്? സ്റ്റാൻഡേർഡ് ഫോം കോൺട്രാക്ട്സ്. അതിനെ നമ്മൾ കോൺട്രാക്ട് ഓഫ് അദർഷൻ എന്ന് നമ്മുടെ ഇംഗ്ലീഷ് ജഡ്ജസ് പറയുന്നുണ്ട്. ADHESION. കോൺട്രാക്ട് ഓഫ് പറയാൻ കാര്യം ചിലപ്പോൾ ഇത് ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതാതിരിക്കല്ലേ. ADHESION. കോൺട്രാക്ട് ഓഫ് adhesion or signing on dotted lines contract. ഓക്കെ. ഇനി അടുത്ത വേറൊരു കാറ്റഗറി പറഞ്ഞു തന്നില്ലേ ഞാൻ? ഈ കോൺട്രാക്ട്സ്. ഓക്കെ, അത് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഈ കോൺട്രാക്ട്സ് ഉണ്ട്. പിന്നെ അടുത്ത വേറൊരു കോൺട്രാക്ട് പറഞ്ഞത് എന്താണ്? ഇത് കോൺട്രാക്ട് ഗവൺമെന്റ് കോൺട്രാക്ട്സ്. ഓക്കെ. ഇനി ലാസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സ്പ്രസ് കോൺട്രാക്ട് ആൻഡ് ഇംപ്ലൈഡ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. എയും ബിയും തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് വാക്കാൽ ഓറലിയോ റൈറ്റിംഗിലോ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? എക്സ്പ്രസ് കോൺട്രാക്ട്. പക്ഷേ വാക്കാലും ഇല്ല, എഴുത്താലും ഇല്ല. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു KSRTC ബസ് ഇടയ്ക്ക് സ്ലോ ചെയ്യുമ്പോൾ നിങ്ങൾ ചാടി കയറി. അപ്പൊ ചാടി കയറുന്നതിന് മുമ്പ് നിങ്ങൾ കൈ കാണിച്ച് നിർത്തിയിട്ട് കണ്ടക്ടറെ ഞാൻ ടിക്കറ്റ് എടുത്തോളാം, എന്നെ എടുത്തെടുത്ത് സ്റ്റോപ്പിൽ ഇറക്കും എന്നൊന്നും പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പറയാറുണ്ടോ? ഉണ്ടോ? ഇല്ല. കയറുമ്പോ തന്നെ എന്തായി? ടിക്കറ്റ് എടുത്തോളാമെന്നും തിരിച്ച് എടുത്ത ടിക്കറ്റിന്റെ തീരുമ്പോ ഇറക്കിക്കോളാം എന്നുള്ള കോൺട്രാക്ട് ഇംപ്ലൈഡ് ആണ്. അപ്പൊ ബൈ ദ പാർട്ടിയുടെ കണ്ടക്ട് വഴിയുള്ളതെല്ലാം ഇംപ്ലൈഡ് കോൺട്രാക്ട്. വേറെ എക്സാമ്പിൾ, നിങ്ങളൊരു ഹോട്ടലിൽ പോയി ബൊഫേ മീൽസ് എടുത്ത് കഴിക്കില്ലേ? നിങ്ങളോട് പോയി സംസാരിച്ച് പൈസ തരാമെന്നോ അല്ലെങ്കിൽ കൊള്ളാമെന്നോ ഒന്നും സംസാരിക്കാറില്ലല്ലോ. നിങ്ങൾ നേരെ പോയി എന്താ ചെയ്യുന്നേ? ഓക്കെ. അപ്പൊ നമ്മൾ ബൊഫേ മീൽസ് കഴിക്കുമ്പോൾ അതിനകത്ത് ഇംപ്ലൈഡ് ആണ്. എന്താണ് ഇംപ്ലൈഡ്? നമ്മള് കൊടുത്തോളാം, ഇനി കൊടുത്തില്ലെങ്കിൽ അടുക്കളയിൽ പോയി അരിയാട്ടി കൊടുക്കാൻ പഴയ സിനിമയിലൊക്കെ കാണില്ലേ, പിടിച്ച് അരിയാട്ടിക്കുന്നത്. അപ്പൊ അതൊക്കെ അതിനകത്ത് ഇംപ്ലൈഡ് ആണ്. അപ്പൊ അങ്ങനെ അരിയാട്ടി കൊടുക്കേണ്ടത് നമുക്ക് അരിയാട്ടി കൊടുക്കും, ബിക്കോസ് ഇറ്റ് ഇസ് ഇംപ്ലൈഡ്. ഓക്കെ, ഇതാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. ഇനി ഒരു ലാസ്റ്റ് കാറ്റഗറിയാണ് ക്വാസി കോൺട്രാക്ട്. എന്ത് കോൺട്രാക്ട്? ക്വാസി കോൺട്രാക്ട് എന്ന് പറയുമ്പോ ആസ് ഇഫ്, അതുപോലെ. അത് കാര്യം പറയാം. കോൺട്രാക്ട് എന്ന് വിളിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങൾ വേണ്ടേ? ഓഫർ വേണ്ടേ? അക്സെപ്റ്റൻസ് വേണ്ടേ? പാർട്ടീസ് കോമ്പീറ്റന്റ് ആവണ്ടേ? എല്ലാം പറഞ്ഞില്ലേ? പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ചില സിറ്റുവേഷൻ ഉണ്ടാകാം. ആ സിറ്റുവേഷനിൽ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയുടെ വിയർപ്പിന്റെ ഫലം വേറൊരു വ്യക്തി വെറുതെ കൊണ്ടുപോകും. അത് ലോയ്ക്ക് ഇഷ്ടമല്ല. ഓക്കെ, ഞാൻ തത്വം മനസ്സിലായല്ലോ. അതാണ് ഞാൻ ക്വാസി കോൺട്രാക്ട് ഒരു കേസ് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. കോൺട്രാക്ട് എന്ന് വിളിക്കണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓഫർ വേണം, അക്സെപ്റ്റൻസ് വേണം, രണ്ട് പാർട്ടി മൈനർ ആവാം, ഓക്കെ പോട്ടെ. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ചില പ്രത്യേക സിറ്റുവേഷനും പറഞ്ഞുകൊണ്ട് ചില വ്യക്തികളുടെ വിയർപ്പിന്റെ ഫലം വേറെ വ്യക്തികൾ വെറുതെ കൊണ്ടുപോകും.
ലോയ്ക്ക് അത് ഇഷ്ടമാണോ അല്ലയോ? ലോയ്ക്ക് അത് ഇഷ്ടമല്ല. അപ്പൊ ലോ ഒരു ഡോക്ടർ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഡോക്ട്രിൻ ഓഫ് അൺജസ്റ്റ് എൻറിച്ച്മെന്റ്. എന്താണ് അൺജസ്റ്റ് എൻറിച്ച്മെന്റ്? അതായത് ലോ വിൽ നോട്ട് പെർമിറ്റ് എ പേഴ്സൺ ടു ഗ്രോ റിച്ച് അറ്റ് അനദേഴ്സ് ലോസ്. ഓക്കെ, അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ? ഞാൻ വളരെ ലഘുവായിട്ടല്ലേ പറഞ്ഞു. ഒരാളുടെ വേർപ്പിന്റെ ഫലം വേറൊരാൾ വെറുതെ കൊണ്ടുപോകാൻ ലോ സമ്മതിക്കില്ല. അപ്പൊ അത് സമ്മതിക്കാതെ ഇരിക്കുമ്പോ ചില കരാറുകളായിട്ട് കോൺട്രാക്ട് എന്ന് വിളിക്കാൻ പറ്റാത്ത ചില ട്രാൻസാക്ഷനെ ഇംഗ്ലീഷ് കോടതികൾ എന്ത് വിളിച്ചു തുടങ്ങി? യെസ്. അപ്പൊ കോസി കോൺട്രാക്ടിന്റെ എസ് എ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതേണ്ടത് എന്താണെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾ എന്ത് എഴുതണം? എസ് എ ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം കോൺട്രാക്ട് എന്താണെന്നും അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും എഴുതിയിട്ട് നിങ്ങൾ എഴുതണം. ഇതൊന്നും ഇല്ലാത്ത ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെ തന്നെ എഴുതണം. ഒരു പേഴ്സൺ ഈസ് എബൌട്ട് ടു ഗ്രോ റിച്ച് അറ്റ് അനദേഴ്സ് ലോസ്. അപ്പോ ഏത് ഡോക്ട്രിൻ ആപ്ലിക്കബിൾ ആവേ അവിടെ? എന്ത് ഡോക്ട്രിൻ? ഡോക്ട്രിൻ ഓഫ് unjustifiable enrichment. അപ്പൊ ലോ വിൽ നോട്ട് പെർമിറ്റ് എ പേഴ്സൺ ടു ഗ്രോ റിച്ച് അറ്റ് അനദേഴ്സ് ലോസ്. അതിനുവേണ്ടി ഇംഗ്ലീഷ് കോടതി കണ്ടുപിടിച്ചൊരു ഒരു വാക്കാണ് കോസി കോൺട്രാക്ട്. ഇനി ഇത് ഇന്ത്യൻ ലോയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ കോസി കോൺട്രാക്ട് എന്നുള്ള വാക്കില്ല. നിങ്ങളത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 68 തൊട്ട് 72 വരെയുള്ള വകുപ്പിൽ 5 സിറ്റുവേഷൻസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഇത് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് നിങ്ങൾ എടുത്ത് പഠിച്ചിട്ടുണ്ട്. ഇത് കിട്ടിയ ഫുൾ മാർക്കിന് എഴുതാൻ വേണ്ടിയാണ്. 68 മോളെ, 68, 68, 69, 70, 71, 72.